ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അബുദാബിയിലെ അൽസംഹ ഗ്രീൻ ഹൗസിലാണ്. അപ്പോൾ ഇവിടെ സമ്മറൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പം ഈവനിങ് എവിടെയെങ്കിലും പോകാമെന്ന് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ നെറ്റിൽ നോക്കിയപ്പം ഇത് കണ്ടാണ് അൽസംഹ ഗ്രീൻ ഹൗസ്. ഞങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് കുറച്ചടുത്താണ്, വലിയ ദൂരമില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഈവനിങ് അങ്ങോട്ട് പോയാലോ എന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഇത് ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിംഗ് എഫക്ട്സും ഒക്കെ ഉണ്ട്, നല്ലൊരു ബ്യൂട്ടിയാണ്. ഈവനിങ് ആയതുകൊണ്ട് വലിയ റഷൊന്നുമില്ല. ഞങ്ങൾ വന്നപ്പോഴും അധികം തിരക്കൊന്നുമില്ലായിരുന്നു, ആൾക്കാരൊക്കെ കുറവായിരുന്നു. നല്ല ഈവനിങ് വന്ന് അത്യാവശ്യം പാർക്കൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല സ്ഥലമാണ്. സീറ്റിംഗ് ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. ഫുൾ ട്രീസും ഗ്രീനറീസും ഒക്കെയാണ്, നല്ല രസമാണ്. അത് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, നമുക്ക് സമ്മതിക്കണം. അപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ച് നേരം ഇതുപോലെ കയറുന്നതിന് മുമ്പ് തന്നെ എൻട്രൻസിൽ കുറേ ട്രീസും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. കാണാൻ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്, നല്ല തെറ്റിയൊക്കെ ഉണ്ട്, പിന്നെ വേറെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, അതിൽ കുറേ ഉണ്ട്, ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ മാങ്ങയൊക്കെ നിൽക്കുന്ന കാണാം, വളഞ്ഞ് നിൽപ്പുണ്ട്. നമ്മുടെ സലീംകുമാർ പറഞ്ഞ പോലെ സ്പർശനെ പാപം ദർശനെ പുണ്യം. ഓക്കെ, നമ്മളിപ്പം എൻട്രൻസിൽ കൂടെ കയറാൻ പോവുകയാണ്. അകത്ത് ഫുള്ള് വെൻറ്റിലേറ്ററാണ്, AC ആണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. നമുക്കിപ്പം മോർണിംഗ് ടൈമിലും ആഫ്റ്റർനൂൺ ഒക്കെ ഏത് സമയത്ത് വേണേലും വരാം, കാരണം ഇൻഡോർ ആയതുകൊണ്ട് ഫുള്ള് തണുപ്പാണ്, അതിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇനി അകത്ത് കയറിയിട്ട് നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കാണാം. അകത്തെ ചെടികളും മരങ്ങളും ഒക്കെ നമുക്കൊന്ന് നടന്നും വിസിറ്റ് ചെയ്ത് കാണാം. എൻട്രൻസിൽ തന്നെ കാണാം, നല്ലൊരു ലാർജായിട്ടുള്ളൊരു സ്പേസാണ്. അതുപോലെ തന്നെ നല്ലപോലത്തെ ലൈറ്റിംഗ് എഫക്ട്സാണ്. അകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഉണ്ട്. ഫുൾ ഗ്രീനറി, നമുക്ക് ആ നാടിൻ്റെ ഒരു ഓർമ്മകൾ വരും. പിന്നെ നല്ല രീതിയിലുള്ള വാക്ക് വേ ഒക്കെയാണ്, നല്ല ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏരിയ ആണെങ്കിലും നല്ലപോലെ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാക്ക് വേയിലൂടെ നടന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കാണാം. രുദ്രുവിനെ ഇറക്കാൻ പറ്റത്തില്ല, കാരണം രുദ്രു താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ രുദ്രു ഓട്ടമായിരിക്കും. രുദ്രു ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഓടിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ ചാടിക്കയറുന്ന അറിയത്തില്ല. പിന്നെ പലതരത്തിലുള്ള ചെടികളും പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. എൻ്റെ ഫ്രണ്ടിലെല്ലാം ഒരു ബാർകോഡ് പോലെ വെച്ചിട്ടുണ്ട്. നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും, ആ രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിത് കുറച്ചൊന്ന് ചുറ്റി നടന്ന് കാണാം. ഓക്കെ,
ആർട്ടിഫിഷ്യൽ പോണ്ടിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോവാണ്. ഇവിടെ ചെറിയൊരു പോണ്ട് പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മീനൊക്കെ ഉണ്ട്, പക്ഷേ അത് ഇത്തിരി ഡാർക്ക് ആയതുകൊണ്ട് നമുക്കധികം കാണാൻ പറ്റുന്നില്ല. നമ്മൾ ആ വാക്ക് വേ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് കാണാം. ഇവർ ചെറിയ ചെടികൾ വളരാൻ വേണ്ടി ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ചെടികളോ ചിലപ്പം സീഡ്സ് ആകാം. അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് വാട്ടറും മോയ്സ്ചറും പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് അത് വളരാൻ വേണ്ടി. ചിലപ്പോൾ ഈ ചെടി കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞിട്ടായിരിക്കും അവർ വേറെ മാറ്റി അവർ വേറെ സ്ഥലത്തേക്ക് ഫിക്സ് ചെയ്തേക്കുന്നത്. പക്ഷേ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്ന രീതി കൊള്ളാം, നല്ല രീതിയിൽ ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു ഫിഷ് ടാങ്ക് കാണാം. അതൊരു ഫിഷുണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് സെയിം ചെടികൾ നട്ടേക്കുവാണ്. അതിൽ നിന്ന് ബാക്കി വെള്ളമാണെന്ന് അറിയത്തില്ല, ടാങ്കിലേക്ക് വീഴുന്നുണ്ട്. ചെറിയ ചെറിയ ചെടികൾ, ഓൾമോസ്റ്റ് ചെടികൾ വളർന്നു വന്നിട്ടുണ്ട്. കുറേ ഏരിയ ഉണ്ട്. നമ്മളിപ്പോൾ പ്ലാന്റ്സിൻ്റെ സെക്ഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് കുറേ ട്രീ സെക്ഷൻ ഉണ്ട്, അവിടെ എല്ലാം കവർ ചെയ്യാനുണ്ട്. ഞങ്ങൾ പതുക്കെ ഓരോ ഏരിയ ഇങ്ങനെ നോക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ചെടികൾ പല രീതിയിലാണ് അവർ പ്ലാന്റ് ചെയ്തിരുന്നത്, നമുക്ക് കാണാൻ പറ്റും. പിന്നെ വള്ളിയായിട്ടുള്ള ചെടികളെല്ലാം അവർ കറക്റ്റ് രീതിയിൽ ഡോമ് പോലൊക്കെ ഉണ്ടാക്കിയിട്ട് സപ്പോർട്ട് കൊടുത്ത് അതിൽ നിന്ന് വെച്ച് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റും. എടുത്ത് വേണ്ടത് കറക്റ്റ് ലൈറ്റിംഗ് എഫക്റ്റ്. ഒരു ഈവനിങ് വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു രസമായിരിക്കും വിസിറ്റ് ചെയ്യാൻ വേണ്ടി, ആ ലൈറ്റിംഗ് എഫക്റ്റിലെ ചെടികളും അത് ഇതൊക്കെ കാണാനായിട്ട്. ട്രീസിൻ്റെ സെക്ഷനിലോട്ട് കയറിയിരിക്കുകയാണ്. ഋതു ഇപ്പോൾ എൻ്റെ കയ്യിലാണ്, വൈഫ് വീഡിയോ എടുക്കുന്നുണ്ട്. ഋതുവിനെ താഴോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അറിയാം, ഓട്ടമായിരിക്കും, പിന്നെ കുറേ ഓടണം, പിന്നെ പാടായിരിക്കും. പക്ഷേ ഇതെല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. കുറേ ട്രീസിൽ ഫ്രൂട്ട്സൊക്കെ വളർന്നിട്ടുണ്ട്. ഇതാണ് നമ്മളിത് കാണിക്കുന്നത്, അവക്കാഡോ ആണ്, അവക്കാഡോ ട്രീ ആണ്. ഇതാണ് അവക്കാഡോ. നമുക്കങ്ങനെ തൊടാൻ പറ്റത്തില്ല.
വന്നിട്ടുള്ളത് വാഴയുടെ സെക്ഷനിലാണ്. ഇവിടെ പലതരത്തിലുള്ള വാഴയുണ്ട്, ചെറുതും വലുതും. ചില വാഴകൾ കൊലച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പഴം കണ്ടപ്പോഴേ രുദ്രോടെ പറയാൻ തുടങ്ങി, ഡാഡി മമ്മി പഴം വേണം പഴം വേണമെന്ന്. ഈ കാണുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന്. പക്ഷേ ഇതിൽ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല, ചിലപ്പോൾ ചെടി വളർന്നു വരുന്നേ ഉള്ളതായിരിക്കും. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പരിചിതമായ ഒരാളെ കൂടെ കാണാം, ചാമ്പയ്ക്ക. ചാമ്പയ്ക്ക പൂത്ത് നിൽക്കുകയാണ്, നമുക്ക് പറിക്കാനൊന്നും പറ്റില്ല. എല്ലാ സൈഡിലും ക്യാമറയുണ്ട്, പറിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അടിച്ച് ഫൈൻ തരും. അതുകൊണ്ട് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് ടച്ച് എന്ന്. ചാമ്പയാണ് ഫുള്ള് പൂത്ത് നിൽക്കുകയാണ്. അടുത്ത ആൾ ഇവിടെ നിൽപ്പുണ്ട്, ഓമയ്ക്ക. അതിൽ നമുക്ക് ഓമയ്ക്കയും കാണാൻ പറ്റും, നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഒരു പ്ലാവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ എവിടെയെങ്കിലും നട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇവിടെ നമ്മളൊന്നും കണ്ടില്ല, ചക്കയൊന്നും കണ്ടില്ല. ഇപ്പോൾ ചെറിയ മരം പോലെ ആയി കാണത്തുള്ളതായിരിക്കും.
അങ്ങനെ ഞങ്ങൾ ഫുൾ കാഴ്ച കണ്ട് വെളിയിലോട്ടിറങ്ങി. നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു, എൻജോയ്മെൻ്റ് ആയിരുന്നു. ചെടികളും മരങ്ങളുടെ ഇടയ്ക്കൂടെ ഒക്കെ കറങ്ങി നടക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ വെളിയിറങ്ങി കഴിഞ്ഞപ്പോൾ രുദ്രു താഴെ ഇറങ്ങി ഓടാൻ തുടങ്ങി. ചെറിയൊരു പാർക്കുണ്ട്, അവിടുന്ന് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, പിന്നെ നേരെ പാർക്കിങ്ങിലോട്ട് ഓടി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അവർ ചാനൽ. ഓക്കെ, ബൈ.